ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇത് നമ്മൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ പബ്ലിഷ് ചെയ്യണത്. ഭയങ്കര തിരക്കായിരുന്നു, ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിൻ്റെ അന്ന് നമ്മൾ 25-ാം തീയതി രാത്രി തൊട്ടടുത്ത് 1-2 പള്ളികളിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു പുൽക്കൂട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഞങ്ങളുടെ ഇടവകയിൽ തൊട്ടിപ്പോയി. ഇത് ഫസ്റ്റ് കാണിക്കുന്നത് പാലയ്ക്ക് പള്ളിയിലെ പാലയ്ക്കലുള്ള പള്ളിയിലേക്ക് പുൽക്കൂടാണ് കേട്ടോ. ഇനി ഞങ്ങളന്ന് രാത്രി പാതിര കുർബാനയ്ക്ക് പോയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഷൂട്ട് വെച്ചിട്ടാണ് ഇവിടുത്തെ പുൽക്കൂട്. അങ്ങനെ വലിയ കാര്യമായിട്ട് എനിക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല, കാരണം കുർബാനയ്ക്ക് പോയിട്ട് പിന്നീടൊന്നും പോയില്ല. കുറച്ചിങ്ങനെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, കുർബാനയുടെ ടൈമായിരുന്നു. നാട്ടിൽ നോക്കാൻ എടുക്കാനും കാണാനും പറ്റും. പിന്നെ നെക്സ്റ്റ് ഞാൻ നാട്ടിൽ രസമുണ്ട്. എൻ്റെ വീട്ടിലോട്ട് വന്ന് തൊട്ടിപ്പാട് സംബന്ധിച്ച്. അപ്പോൾ ഇവിടെ എന്ന് പറയാനാണെങ്കിൽ കുറച്ച് ആൾക്കാരുള്ളൂ. കഴിഞ്ഞ വട്ടത്തിനുണ്ടായിരുന്നു വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള പുൽക്കൂടുകളെ കണ്ടുപിടിച്ച് ബെറ്റർ ഇതാണ് എനിക്ക് തോന്നിയത് കേട്ടോ. വലിയ കുഴപ്പമില്ല. ഞങ്ങളുടെ പള്ളിയിലത്തെ ഭയങ്കര സിമ്പിൾ ഹമ്പിളാണ് കേട്ടോ. കഴിഞ്ഞ വട്ടം അത്യാവശ്യം ഇങ്ങനെ നടന്ന് കാണാനൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അതിന് യൂത്ത് എല്ലാ പള്ളികളിലും ഇങ്ങനെയാണ് കേട്ടോ. വലിയ ഗംഭീരമായിട്ടുള്ള പുൽക്കൂടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് യൂത്ത് കുട്ടികളാരും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നില്ല. ഒക്കെ ഇപ്പോൾ പുറത്ത് പഠിക്കാനൊക്കെ ആയിട്ട് പോകണ കാരണം തോന്നുന്നു അങ്ങനെ വലിയ ക്രിയേറ്റിവിറ്റി ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഒരു പുൽക്കൂട്. അപ്പോൾ ഉണ്ണിയും ഔസേപിതാവും മാതാവിൻ്റെ അതിനൊരു എന്താ പറയുക, ചിരട്ടേരി എടുക്കുന്ന പോലെ എനിക്ക് തോന്നി. ചിരട്ട അവരെന്ത് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. പിന്നെ കുറച്ച് ട്രീകളും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ വേണ്ടിയാണോ വെച്ചിട്ട് പഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇസയും കുട്ടൂസും ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസ് വീഡിയോസ് സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്നുള്ളൂ. കുട്ടു ഞാനും പോയി നിൽക്കട്ടെ. പൊക്കോ ചേട്ടനെ പൊക്കോ ഒന്ന് വരെ നടന്നിട്ടോ. എന്തായാലും പൊളിച്ച് കളയും 2 ദിവസം കഴിഞ്ഞാൽ. ഇത് ഞാൻ ഇങ്ങനത്തെ ഭാഗങ്ങൾ കുട്ടു ഹായ് പറഞ്ഞിട്ട് പൈസ പരപ്പുകടല്ല പറപ്പുകട. വീണതോ ശരിക്കും വയ്ക്കുന്ന ഇത് കഴിഞ്ഞിട്ട് നേരെ പറപ്പൂക്കരയ്ക്ക് പോയി. അത് കഴിഞ്ഞ് മാപ്രാണം പള്ളി പോയിട്ടോ. വേറെ അങ്ങനെ അധികം പള്ളികളിലോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവിടുത്തെ കാഴ്ചകളെന്ന് വഴി കാണാം അല്ലേ. ഓക്കെ.
എന്തേലും ആ മനസ്സിലായോ?